അന്തം കമ്മികള് ഡൽഹിയില് ബേബിയും ഇവിടെ പോണേന്ന് അവർക്ക് വേറെ വിഷയങ്ങള് കേരളത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. 40 ലക്ഷം മലയാളികളാണ് മരുഭൂമിയിൽ ചത്ത് പണിയെടുക്കണേ കൊടും വെയിലില്. അടിമത്താണ്. ഒരു ഇത്ര പോകുന്നൊരു മുറിയിൽ 8 ആളാ കിടക്കണേ. അത് വിഷയമല്ല. ഞാനിതെന്ത് പെരുമ്പാവൂർ പോയിട്ടുണ്ട് സാർ, അങ്കമാലി പോയിട്ടുണ്ട്. അങ്കമാലി ഇതുപോലെ അങ്ങനെയുള്ള ദുരിതമൊന്നുമില്ല. അവരൊക്കെ ഇവിടുന്ന് പൈസ അങ്ങനെയൊന്നുമില്ല സാറ്. സാറ് ക്യാമ്പുകളൊക്കെ നല്ല തിരക്കില്ല ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ സാർ ദുബായിൽ ക്യാമ്പിൽ പോയിട്ടുണ്ടോ? ഞാൻ ദുബായിൽ അടുത്തും പോയിട്ടുണ്ട്. അവിടെ ലേബർ ക്യാമ്പുകൾ ഇന്നും നിലനിൽക്കുന്നു. അത്യാവശ്യം തിരക്കില്ല സൗകര്യങ്ങളൊക്കെ ആയിട്ട്. ഈ 40 ലക്ഷം ഞാൻ പ്രതിപാദിച്ച 40 ലക്ഷം ജനങ്ങളില് വേണമെങ്കിൽ ഒരു 1,50,000 ജനങ്ങള് അല്ലെങ്കിൽ 1 ലക്ഷം ജീവിക്കേണ്ട. ബാക്കി ബഹുഭൂരിപക്ഷം 95% ലേബർ ക്യാമ്പുകളും ദുരിതവും അടിമത്വമാണ്. കുറെ ആൾക്കാരെ സാർ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 10-30 വർഷത്തോളായി. സാർക്ക് സംരംഭം നാട്ടിൽ തുടങ്ങി 50 പേർക്ക് ജോലി കൊടുക്കുക. നിങ്ങൾ 50 പേര് നാട്ടിൽ പോകണ്ട. സാർ ജോലി കൊടുക്കുക. ആരെ ജോലി കൊടുക്കുന്നവർക്ക് എവിടെ നാട്ടില് അതെന്താ ഈ അന്തം കമ്മികളുടെ അന്ധകാരം. ജീവിക്കട്ടെ എങ്ങനെയെങ്കിലും അവര് എങ്ങനെയെങ്കിലും ജീവിക്കില്ല. തുല്യതയിലാണല്ലോ. തുല്യതയിലും ജനാധിപത്യത്തിലും സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അതല്ലാണ്ട് അടിമയായിട്ട് ഇത്രയും പോകുന്ന മുറിയിൽ 8 ആൾക്കാരൊക്കെ എടുത്തി എന്നിട്ട് പട്ടിയെ പോലെ മുഖത്ത് തുപ്പി ചാട്ടവാർക്ക് അടിച്ചല്ല. എന്റെ അഭിപ്രായത്തോടെ ഞാൻ വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയും. ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 40 ലക്ഷം മലയാളികൾ എന്റെ സഹോദരങ്ങളാണെന്ന് ഇനിയും പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാശ് ആരും തരണില്ല, ഖത്തറും തരണില്ല, ഒരു കോപ്പും തരണില്ല. ഞാൻ വിളിച്ചു പറയും. കാരണം ഞാനും നീയൊക്കെ ഭാഗ്യവന്മാരാണ് ഈ അമേരിക്കൻ നയിക്കുന്ന നാടുകളിൽ എത്തിപ്പെട്ടത്. പക്ഷെ ആ 40 ലക്ഷം മലയാളികൾ പ്രവാസികളാണ് എന്നും വിളിച്ചു പറയും. എവിടെയും വിളിച്ചു പറയും ഞാൻ അവര് എന്റെ വികാരാണെന്ന്.